ഞാനൊരു മതങ്ങൾക്കും മതവിശ്വാസങ്ങൾക്കും എതിരുമല്ല. ഞാൻ ഓവറായിട്ടൊന്നിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഒന്നിനെ ഓപ്പോസ് ചെയ്യുന്നില്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള മതങ്ങളും മതവിശ്വാസങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ കാണുമ്പോഴത്തേക്കും അതിനെപ്പറ്റി പറയാതിരിക്കാൻ പറ്റുന്നില്ല. മതവും വിശ്വാസവും ഒക്കെ നല്ലതാണ്, പക്ഷേ അത് അവനവൻ്റെ ജീവനെടുക്കുന്ന രീതിയിലുള്ള വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അത് വിശ്വാസമാണോ അല്ല വേറെ എന്തെങ്കിലുമൊക്കെ ആണോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഞാനൊരു ന്യൂസ് കണ്ടു. അത് സംതിങ് മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നാരോ പാത്തിനകത്തൂടെ നമ്മൾ കയറി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മോക്ഷം കിട്ടുന്ന പറയണം. അപ്പം ഫ്രീക്വൻ്റായിട്ട് അടുത്തിടയ്ക്ക് 2-3 പേര് നാരോ പാസേജാണ്, ഒന്നാമത് അതിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള സേഫ്റ്റിയും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഒരാൾ തടിച്ചൊരാൾക്ക് ആണെങ്കിൽ അതിനകത്ത് കുടുങ്ങിപ്പോവും, ശ്വാസം കിട്ടാതെ മരിക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ലേറ്റസ്റ്റായിട്ട് 2 പേരങ്ങനെ മരിച്ചു. അതിനുശേഷം ഇന്ന് ഞാൻ ഇൻസ്റ്റയിലൊരു വീഡിയോ കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീ അതിനകത്തോട്ട് കയറി. അത്യാവശ്യം നല്ല തടിയൊക്കെ ഉള്ള ഒരാളാണ്. ആ ഒരു പാസേജിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഈസിയായിട്ട് ഇറങ്ങിപ്പോരാൻ പറ്റാത്തൊരു ബോഡി ടൈപ്പുള്ള ഒരാളാണ്. അപ്പോൾ ആ കുടുങ്ങിയ ആളെ ബാക്കിയുള്ള ആളുകൾ പുറത്തുനിന്ന് വലിച്ചെടുക്കുന്നതായിട്ട് ദൈവത്തെ കാണുമ്പോൾ മോക്ഷം കിട്ടുന്നതൊക്കെയാണ് ആൾക്കാരുടെ ചിന്തകൾ. പക്ഷേ ദൈവത്തെ കാണാൻ ചാൻസ് കിട്ടിയ ആൾക്കാർ എങ്ങനെയും ഓടി രക്ഷപ്പെടും. മോക്ഷം കിട്ടാൻ ഇച്ചിരി ഇല്ലാത്തൊരു ഗുഹയുടെ അകത്തൂടെ അല്ലെങ്കിൽ ഇച്ചിരി ഇല്ലാത്തൊരു ഒരു സ്ഥലത്തൂടെ കയറി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മോക്ഷം കിട്ടുമെന്ന് പറയുന്നത് ഇന്നത്തെ ലോജിക്കും കാര്യങ്ങളും ഒന്നാമത് ചിന്തിക്കണം, വിശ്വാസം അത്രേ ഉള്ളൂ. പക്ഷേ എന്നാൽ പോലും തെറ്റ് ചെയ്യാതെ നല്ല രീതിയിൽ ജീവിച്ച് മോക്ഷം നേടിക്കൂടെ? അല്ലാതെ കണ്ട ഇടുങ്ങിയ വഴി കൂടെ കയറി ഇറങ്ങിയാലേ മോക്ഷം കിട്ടും എന്നൊക്കെ പറഞ്ഞ് അതിനനുസരിച്ച് നിൽക്കുന്നത് മണ്ടത്തരമല്ലേ?